സമാജ്വാദി പാർട്ടിയിൽ പൊട്ടിത്തെറി. മുലായം സിംഗിനെ മാറ്റി അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. രാംഗോപാൽ യാദവ് ലക്നൌവിൽ വിളിച്ചുചേർത്ത കൺവെൻഷനാണ് പുതിയ നീക്കം നടത്തിയത്. അമർ സിംഗിനെ പുറത്താക്കാനും നിർദ്ദേശമുണ്ട്. തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന മുലായം സിംഗ്. എന്നാൽ ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് നേതാക്കൾക്ക് മുലായം സിംഗ് കത്ത് മുഖേന മുന്നറിയിപ്പും നൽകിയിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, പുതിയൊരു വഴിത്തിരിവിലേക്കാണ് UP രാഷ്ട്രീയം പോകുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ജു, ഏതാണ്ട് 5000-ഓളം പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത ലക്നൌ കൺവെൻഷനിൽ വെച്ചാണ് അഖിലേഷ് യാദവിനെ അഖിലേന്ത്യാ അധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് നടത്തിയത്. ഈ കൺവെൻഷനിൽ വെച്ച് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നതായും അതോടൊപ്പം തന്നെ അമർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും എക്സിക്യൂട്ടീവ് തീരുമാനിച്ച കാര്യവും രാംഗോപാൽ യാദവ് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇതുവരെയും മുലായം സിംഗ് യാദവ് ഈ തീരുമാനത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഈ കൺവെൻഷൻ നടക്കുന്നത് പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് എതിരാണെന്നും അതുകൊണ്ട് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുലായം സിംഗ് യാദവ് കത്തയച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഭൂരിപക്ഷം വരുന്ന നേതാക്കളും രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ പങ്കെടുത്തത്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ രാംഗോപാൽ യാദവിനെയും അഖിലേഷ് യാദവിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി പിൻവലിച്ചിരുന്നു. ഇരുവരെയും പാർട്ടിയെ തിരിച്ചെടുക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ദേശീയ അധ്യക്ഷൻ ശിവപാൽ യാദവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇന്ന് നാടകീയ സംഭവ വികാസങ്ങൾ വീണ്ടും അരങ്ങേറിയത്. അതേസമയം തന്നെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവായി മുലായം സിംഗ് യാദവ് തുടരും എന്നാണ് അഖിലേഷ് യാദവ് പ്രസംഗത്തിൽ ഉടനീളം വ്യക്തമാക്കിയത്. ശിവപാൽ യാദവിനെ കണക്കിന് ആക്രമിക്കാനും അഖിലേഷ് യാദവ് മറന്നില്ല. പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ ആരോപണം. അതേസമയം തന്നെ ഈ മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവിന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകുമോ, അതല്ല പാർട്ടിയിൽ വ്യക്തമായ പിളർപ്പുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്. അഞ്ജു, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ATMകളിൽ നിന്ന് ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% ATMകളിൽ ഇപ്പോഴും ആവശ്യത്തിന് പണം എത്തിക്കാൻ റിസർവ് ബാങ്കിന് ആയിട്ടില്ല. അതേസമയം ഭവന വാഹന വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ ധാരണയായി. ഇന്നു മുതൽ ATMകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 രൂപയായി ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് ATMകൾ പ്രവർത്തന സജ്ജമല്ലാത്തതും പണമില്ലാത്തതും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ദില്ലിയടക്കം രാജ്യത്തെ പ്രധാന നഗര കേന്ദ്രങ്ങളിൽ പോലും ATMകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾ എല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ ATMകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിന് അനുസൃതമായി ATMകളിൽ സാങ്കേതിക മാറ്റം വരുത്തിയിട്ടുമില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ട് മാറ്റം വന്നതിനു ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് ഉടമകൾ വ്യക്തമാക്കി. അതിനാൽ ഭവന വായ്പകളുടെ പലിശ കുറയ്ക്കാൻ ബാങ്ക് ഉടമകളുടെ യോഗത്തിൽ ധാരണയായി. 2 ദിവസത്തിനു ശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് സൂചന. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ട് മാറ്റം എന്ന ആരോപണവും ശക്തമാണ്. ഇത് ശരിവയ്ക്കുന്നതാണ് ബാങ്ക് ഉടമകളുടെ യോഗത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ടുമാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4-ന് പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4-ന് ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും
ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കനാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പുതുവത്സരത്തെ വരവേറ്റ് ലോകം. ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ സമോവ, ടോംഗെ, കിരിബതി ദ്വീപുകളിലാണ് 2017 ആദ്യമെത്തിയത്. വമ്പൻ ആഘോഷ പരിപാടികളോടുകൂടിയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. ലോകമെങ്ങും പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് പുതുവർഷത്തെ വരവേറ്റത്. പസഫിക് ദ്വീപ് സമൂഹത്തിലെ ടോങ്കോയിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. പിന്നീട് ന്യൂസിലൻഡിലെ ഓക്ലൻഡ് 2017 വരവേറ്റു. പുതുവർഷത്തെ ആരവത്തോടെ വരവേൽക്കാൻ ഓക്ലൻഡിലെ സ്കൈ ടവറിൽ 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. കരിമരുന്ന് പ്രയോഗങ്ങളും ആഘോഷങ്ങളും ന്യൂസിലൻഡിനെ ആഹ്ലാദത്തിലാക്കി. 500 കിലോയുടെ കരിമരുന്നാണ് ഓക്ലൻഡിൽ വർണ്ണക്കാഴ്ചയൊരുക്കിയത്. 2016 യാത്രയയക്കാൻ ആയിരക്കണക്കിന് പേരാണ് സിഡ്നിയിൽ ഒത്തുചേർന്നത്. 7 ടൺ കരിമരുന്നാണ് പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറാക്കിയിരുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30യോടെയായിരുന്നു ഓസ്ട്രേലിയയിൽ പുതുവർഷം എത്തിയത്. യുഎസിലെ ദ്വീപായ ബക്കർ ദ്വീപിലും ഹൈലാൻഡ് ദ്വീപിലുമാണ് അവസാനമായി പുതുവർഷം കടന്നുവന്നത്. ന്യൂസ് ഡെസ്ക്. പുതുവത്സരാഘോഷം മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങ് തന്നെയാണ്. കൊച്ചിൻ കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റു. DJ പാർട്ടികളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കനത്ത പോലീസ് വലയത്തിലാണ് കൊച്ചിയിലെ പുതുവത്സരാഘോഷം നടന്നത്. എങ്കിലും വർണ്ണാഭമായ ആഘോഷങ്ങളോട് തന്നെയാണ് 2017 കൊച്ചി വരവേറ്റത്. കൊച്ചിയിലെ പുതുവത്സരാഘോഷം അതൊന്നും ഫ്രീക്കാ മച്ചാനെ. ഇത്തവണയും കളറിനും പൊളിക്കും കുറവൊന്നും ഉണ്ടായില്ല. പ്രധാന ആഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തേക്ക് ഉച്ചയോടെ തന്നെ ജനപ്രവാഹം ആരംഭിച്ചു. ഓരോ വർഷവും പുതിയ പുതിയ രൂപത്തിലെത്തുന്ന കൂറ്റൻ പപ്പാഞ്ഞിയാണ് 12 മണിവരെ താരം. ഇത്തവണ ബിനാലെ കലാകാരന്മാരുൾപ്പെടുന്ന 20 അംഗ സംഘം 10 ദിവസത്തെ അധ്വാനത്തിനൊടുവിലൊരുക്കിയ 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി വൈകുന്നേരത്തോടെ ജനങ്ങൾക്ക് കാണാനായി. ആട്ടവും പാട്ടും കൂക്കുവിളികളും ആർപ്പുവിളികളും ഒക്കെയായി 2016 ദുഃഖങ്ങളെല്ലാം അവർ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. 12 മണിയോടെ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് 2017 കൊച്ചി വരവേറ്റു. കൊച്ചിക്കാരുടെ പരമ്പരാഗത പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമാകാൻ എത്തിയവരിൽ പല പ്രമുഖരും വിദേശികളും സ്വദേശികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. പോയ വർഷത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ മുന്നൊരുക്കമാണ് കൊച്ചി പോലീസ് ഒരുക്കിയിരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന പോലീസ് 2000-ഓളം പോലീസുകാരെ നിരത്തിലിറക്കി സുരക്ഷ ശക്തമാക്കി. DJ പാർട്ടികളുടെ നിയന്ത്രണത്തിനൊപ്പം ആഘോഷങ്ങൾ 12:30 മണിക്ക് അവസാനിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശവും പാലിക്കപ്പെട്ടു. വൻകിട ഹോട്ടലുകളിൽ നടന്ന പുതുവത്സരാഘോഷങ്ങൾ പോലീസ് നിർദ്ദേശിച്ചതുപോലെ മങ്ങിയ വെളിച്ചത്തിലല്ല നടന്നത്. ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കളുടെ കൂട്ടായ്മകൾ അങ്ങനെ തുടങ്ങി ആഘോഷവേദികളിൽ ആയിരങ്ങൾ പങ്കെടുത്ത വർണ്ണാഭമായ പരിപാടികളോടെ തന്നെയാണ് മധ്യകേരളവും പ്രത്യേകിച്ച് കൊച്ചിയും 2017 വരവേറ്റത്. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി. പാട്ടും നൃത്തവും വെടിക്കെട്ടുമൊക്കെയായി ആഘോഷപൂർവ്വമാണ് തലസ്ഥാനവാസികളും പുതുവത്സരത്തെ വരവേറ്റത്. കോവളത്തും ശംഖുമുഖത്തും വർക്കലയിലുമാണ് പ്രധാന പരിപാടികൾ നടന്നത്. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും ആഘോഷരാവിന്റെ മാറ്റ് ഒട്ടും കുറഞ്ഞില്ല. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ഉന്മാദം പുരണ്ട രാവ്. പാട്ടും നൃത്തവുമായി അടിച്ചുപൊളിച്ച് യുവതി യുവാക്കൾ. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വെടിക്കെട്ടും കൂടിയായപ്പോൾ പുതുവത്സരം പൊടി പൊടിച്ചു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോവളം, ശംഖുമുഖം, തൈക്കാട് പോലീസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടികൾ അരങ്ങേറിയത്. തലസ്ഥാനത്തെ റിസോർട്ടുകളിലും സ്വകാര്യ ഹോട്ടലുകളിലും ഡിന്നർ പാർട്ടിയും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു.
വിദേശികൾ ഏറെ എത്തുന്ന കോവളത്തും വർക്കലയിലും വെടിക്കെട്ടും ചെണ്ടമേളവും ഒരുക്കിയിരുന്നു. രാത്രിയിൽ കടലിലിറങ്ങുന്നതിന് ലൈഫ് ഗാർഡും പോലീസും വിലക്കേർപ്പെടുത്തി. 4 സ്റ്റാർ വരെയുള്ള ബാറുകൾ അടച്ചതിനു ശേഷമുള്ള ആദ്യ പുതുവത്സരാഘോഷത്തിനായി പലരും സ്വകാര്യ ഹോട്ടലുകളെയും ഭവനങ്ങളെയുമാണ് മുഖ്യമായും ആശ്രയിച്ചത്. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ബിയറും വീര്യം കൂടിയ മദ്യവും റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയത്. അടുപ്പിച്ച് അവധി ദിനങ്ങൾ കൂടിയെത്തിയതോടെ പുതുവത്സരം ആഘോഷിക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. ജില്ലയിലെമ്പാടുമായി 2000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കിയത്. ബിയർ പാർലറുകൾ സമയനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തി. ഉച്ചഭാഷിണികളുടെ പ്രവർത്തനം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും പ്രാവർത്തികമായില്ല. പുതുവത്സരത്തെ വരവേൽക്കാനായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഒരുക്കി. ആഘോഷത്തോടെയും അതിലേറെ പ്രാർത്ഥനയോടെയുമാണ് ജനങ്ങൾ 2017 വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാനൂരിനടുത്ത് ചെണ്ടയാട് വരപ്രയിൽ 3 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അശ്വന്ത്, രജിത്, അതുൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPM നേതൃത്വം ആരോപിക്കുന്നത്. നവവത്സരാഘോഷ പരിപാടികൾ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതൃത്വം പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയ്ക്ക് കേരളത്തിന്റെ ഹൃദയത്തിൽ ചാലിച്ച പുതുവത്സര സമ്മാനം. ഹൃദ്രോഗ ബാധിതനായിരുന്ന 3 കുരുന്നുകൾ വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്ന് യാത്രയായി. കാരുണ്യസ്പർശത്തിന് വർണ്ണ ദേശഭാഷ അതിരുകളില്ല. ലൈബീരിയയിലെ മോൺറോവിയൻ സ്വദേശികളായ ഈ 3 കുരുന്നുകളാണ് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കേരളത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങി സന്തോഷത്തോടെ മടങ്ങുന്നത്. 7 മാസം പ്രായമുള്ള ചിക്കോസിയെ സാമുവലും 2 വയസ്സുകാരൻ ബ്രാഡ്ലി മോറിസും 8 വയസ്സുകാരൻ PV ക്രിസ്ത്യനും പുതുജീവന്റെ തുടിപ്പിലാണ് പുതുവർഷത്തിലേക്ക് കടന്നത്. കുട്ടികൾക്ക് ആശംസകളുമായി ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മുൻ MP P രാജീവ് എന്നിവർ എത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ വലിയവരായിട്ട് മാറട്ടെ, മുഴുവൻ മനുഷ്യരുടെയും കണ്ണീരൊക്കുന്നതിന് കഴിയുന്നവരായിട്ട് മാറട്ടെ എന്നുള്ള ആശംസകളോടുകൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പുതുവത്സരാശംസകൾ നേർന്നു. കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരായ ഡോക്ടർ തോമസ് മാത്യു, ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, ഡോക്ടർ റോണി മാത്യു എന്നിവർ തുടർ ചികിത്സകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബാംഗ്ലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. സൈനികനായിരുന്ന ഇദ്ദേഹം ഒരു ദൈവനിയോഗം പോലെയാണ് ശബരിമലയിൽ എത്തിയത്. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഞാൻ ഇവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക, ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക, ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.
ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആസ്ട്രിയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. ബാലസംഘം 4ാമത് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സമാപനം. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്കും സമൂഹത്തിനും വേണ്ടി ബാലസംഘം പ്രവർത്തകർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനായി കരുതലോടെ വളരുന്ന കുട്ടികളായി ബാലസംഘം പ്രവർത്തകർ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ ഘട്ടങ്ങളിലും നാടിന്റെ ഉത്കർഷത്തിനു വേണ്ടി സ്വയം മറന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഓരോ ഘട്ടത്തിലുമുള്ള കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നതും നാം മറക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പഴയ ചരിത്രത്തിന് നിരക്കുന്ന വിധത്തിൽ നാടിനോടും ജനങ്ങളോടും കൂറുള്ളവരായി കുട്ടികൾക്ക് വളരാൻ കഴിയണം. അതിനാണ് ബാലസംഘം നേതൃത്വം കൊടുക്കുന്നത്. നന്മയുടെ വക്താക്കളാകാൻ കുട്ടികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ ബാലസംഘം 4ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 8.5 ലക്ഷത്തിലധികം അംഗങ്ങളും 23,500 യൂണിറ്റുകളും സംസ്ഥാനത്ത് ബാലസംഘത്തിനുണ്ട്. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് സമ്മേളനം സമാപിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗ്രീഷ്മ പ്രസാദ്, സെക്രട്ടറി ബിപിൻ രാജ്, കൺവീനർ പ്രകാശൻ തുടങ്ങിയവരും ചടങ്ങിന് അഭിവാദ്യമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.